അമ്മേ നിന്നോട് ആരാടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എത്ര രാത്രിയാണെങ്കിലും അത് അവരുടെ ഉമ്മറത്ത് കുഴിച്ചിട്ടിട്ട് വന്നാ മതി എന്നല്ലേ ഞാൻ പറഞ്ഞത്. അമ്മ എന്നെ കുറിച്ച് എന്താ കരുതിയത്? നിത്യയെ കിട്ടുമെന്ന് പറഞ്ഞാലേ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യില്ലേ? നമ്മുടെ മന്ത്രവാദിയെ നല്ല ശക്തിയുള്ള ആളാ അമ്മ. എന്താടാ എന്താ ഉണ്ടായത്? ഞാനിത് കുഴിച്ചിടാനായി ജീവന്റെ വീടിന്റെ മുമ്പിലേക്ക് എത്തി. അപ്പോ ദേ പറഞ്ഞു വെച്ച പോലെ അവരെല്ലാരും കൂടെ കാറി കയറി ദേ പോണു. അയ്യോ, എന്നിട്ട് അവര് നിന്നെ കണ്ട? ഇല്ലമ്മേ, അവര് പോയി കഴിഞ്ഞപ്പോ ഞാൻ അവരുടെ ഗേറ്റിനകത്തേക്ക് കയറി അവരുടെ നടുമുറ്റത്ത് തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട് ഞാൻ. നീ സത്യം തന്നെ അല്ലേ പറയണത്? അമ്മയാണ് സത്യം. ഇത് ഫലിക്കുമല്ലേ അമ്മേ? ഫലിച്ചിരിക്കും. ഇതുവരെ നടന്നതൊന്നും ഫലിച്ചില്ലെങ്കിലും ഇത് ഫലിച്ചിരിക്കും. കർമ്മത്തിന്റെ ഫലം നീ കണ്ടോ? 10 ദിവസത്തിനുള്ളില് ആ ബന്ധം അവസാനിപ്പിച്ച് അവള് വീട്ടിൽ വന്നിരിക്കും. അത് കഴിഞ്ഞാ പിന്നെ ഞങ്ങളുടെ കല്യാണമല്ലേ? എന്താ സംശയം? ഒരു കെട്ടും കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുന്നവളെ പിന്നെ ആര് കൊണ്ടുപോവാനാടാ? അമ്മേ, ഇനി ഇത് നമ്മുടെ മുറ്റത്ത് കുഴിച്ചിടണ്ടേ? ആ, നീ അതിങ്ങെടുത്തേ. ഇപ്പൊ തന്നെ നമ്മുടെ ഉമ്മറത്ത് അത് കുഴിച്ചിടാം. ഓ എന്റെ ദൈവമേ, ഇതൊന്ന് നല്ല രീതിയിലാക്കി തരണേ. ഇതാണ് നീ ഇവിടെ കൊണ്ടുവന്നേ? ഇടം മഞ്ഞ ചരടുള്ള മുട്ടയാണ് അവരുടെ മുറ്റത്ത് കുഴിച്ചിട്ടത്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? എന്റെ ദൈവമേ, എന്ത് ബോധം ഇല്ലാത്തവനാടാ നീ. അയാള് പ്രത്യേകം പറഞ്ഞല്ലേ, കറുത്ത ചരടുള്ളത് അവരുടെ മുറ്റത്തും മഞ്ഞ ചരടുള്ളത് നമ്മുടെ മുറ്റത്തുമാണ് നിക്ഷേപിക്കേണ്ടത്. അയ്യോ അമ്മേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അയ്യോ അമ്മേ, നമുക്ക് അവിടെ പോയി മാന്തി എടുക്കാം. നേരെ ഒരു കാര്യം അറിയാത്തവൻ എന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോടാ. ഇനിയിപ്പൊ അവര് നന്നായി ജീവിച്ചോളും. കർമ്മമൊക്കെ അത്ര നന്നായിട്ടല്ലേ വരൂ. നാണം കെട്ടവൻ. കർമ്മവും പോയി, എന്റെ കാശും പോയി. എന്നാലും ഒരു കാര്യമില്ലാണ്ടായി പോയല്ലോ.